വെള്ളം ഒഴിക്കുന്ന ബക്കറ്റ് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു അല്ലേ? അപ്പോഴൊക്കെ ഫയർഫോഴ്സ് എത്തി. നിങ്ങൾ കണ്ടിരുന്നോ തീ പടരുന്നത്? കണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അപ്പോൾ കുറേ ആൾ അങ്ങോട്ട് ഓടി, കുറേ ഇങ്ങോട്ട് ഓടി. പിന്നെ പുക കംപ്ലീറ്റ് മേലോട്ട് ഇട്ട സമയത്ത് പിന്നെ പെട്ടെന്ന് ആൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് സംഭവം. ആൾക്കാർക്കൊന്നും പറ്റില്ല. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കൊച്ചയില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഡ്രൈവർ പറഞ്ഞ് പിന്നെ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. മാനാഞ്ചിറയിൽ നിന്ന് പെരുമണ്ണയിലേക്ക് പോവുകയായിരുന്ന ഈ ബസ്സാണ് സി എൻ ജി ഇന്ധനത്തിൽ ഓടുന്ന ബസ്സാണ് തീ പിടിച്ചത്. കടുപ്പിനി എന്ന് പറയുന്ന, അതായത് മാങ്കാവ് കടുപ്പിനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് തീ പടർന്നത്. പൂർണ്ണമായും ബസ് കത്തി നശിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്. ഈ തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനെ തുടർന്നാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ഈ ബസ് എന്തുകൊണ്ടാണ് തീ പടർന്നത്, എങ്ങനെയാണ് തീ പിടിക്കാൻ കാരണമായത് എന്നെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ സമയോചിതമായി ഡ്രൈവറും കണ്ടക്ടറും ഇടപെടുകയും യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തതോടുകൂടിയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ തന്നെ പ്രദേശത്ത് എത്തുകയും തീ അണക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞു. അതേസമയം ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് കാണാനുള്ളത്. എന്താണ് അപകട കാരണമായത് എന്നതൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതെന്താ സംഭവിച്ചത്, എപ്പോഴായിരുന്നു? നിങ്ങൾ ബസ്സിൽ ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല, ഇവിടുത്തെ ആളല്ല. എന്തായാലും ഈ ഒരു ദൃശ്യം നമ്മൾ നോക്കിയാൽ തന്നെ കാണാം. അതായത് അങ്ങേയറ്റം ഒരു നിരവധി യാത്രക്കാരുണ്ടായിരുന്ന, നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലാണ് ഇങ്ങനെ ഒരു തീ പടർന്നത്. അതേ തുടർന്ന് ബസ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അങ്ങേയറ്റം കത്തി നശിച്ച നിലയിലാണുള്ളത്. പൂർണ്ണമായും, അതായത് സീറ്റും മറ്റ് എല്ലാ തരത്തിൽ പൂർണ്ണമായും നശിച്ച നിലയിലാണുള്ളത്. പക്ഷേ ഇങ്ങനെ ഇത്രയും ദാരുണമായ ഒരു അപകടം ഉണ്ടായിട്ടും ആളുകൾക്ക് ഒന്നും അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇത് നിങ്ങൾ ഈ ഫയർഫോഴ്സ് എന്നാണ് സിവിൽ ഡിഫൻസിനാണ്. ഞാൻ ഇത് കത്തിയതിൻ്റെ ശക്തിയത്. ഇപ്പോൾ എന്തായാലും തീ പൂർണ്ണമായിട്ട് പിന്നെ ഇവരൊക്കെ ആർക്കും പരിക്കില്ല. പോയുമ്പോൾ തന്നെ എല്ലാവരും യാത്രക്കാരൊക്കെ ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണമായത്? എന്തെങ്കിലും എൻജി ലീക്ക് ആയതാണെന്ന് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും CNG ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ്, ബസ്സാണ്. ആ ബസ് CNG ലീക്കായതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ദൃശ്യങ്ങളിൽ ഈ ടയറൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രൈവറുടെ സീറ്റ് ഇരിക്കുന്ന ആ ഭാഗം നോക്കിയാൽ ആ സീറ്റൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചു. ഡ്രൈവറും യാത്രക്കാരും എല്ലാം സീറ്റും പൂർണ്ണമായും നശിച്ച നിലയിലാണുള്ളത്. വലിയ ഒരു അപകടത്തിൽ നിന്ന് എന്തായാലും യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയം തോന്നുന്ന നിലയിലാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതേസമയം ചെറിയ അതിൽ നിന്നുള്ള പുകപടലങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വലിയ ഒരു അപകടത്തിൽ നിന്ന് ഏതായാലും തലനാരിഴക്ക് ആളുകളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾക്ക് അപകടം ഉണ്ടായില്ല. അത് ഈ ഡ്രൈവറുടെ സമയോചിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായത്. കാരണം ഒരു അസ്വാഭാവികമായ ഒരു പുക ഉയരുന്നത് കണ്ട ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ബസ് നിർത്തുകയും അതോടൊപ്പം യാത്രക്കാരെ പൂർണ്ണമായും പുറത്തിറക്കുകയും ചെയ്തതുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും ആ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നിരുന്നു. CNG ലീക്കായതാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. എങ്കിലും അത് പൂർണ്ണമായും തീ ബസ് വിഴുങ്ങിക്കഴിഞ്ഞു. അത് പൂർണ്ണമായും ഈ ബസ് കത്തി നശിക്കുകയും ചെയ്തു. പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകളൊക്കെ പോലീസും ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ ഇനിയിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടരുന്നത് കണ്ട ആ മാത്രയിൽ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും വലിയ തരത്തിൽ ഓടിക്കൂടുകയും ബക്കറ്റിൽ വെള്ളം ഒഴിച്ചൊക്കെ, ആദ്യഘട്ടത്തിൽ വെള്ളം ഒഴിക്കുന്ന ബക്കറ്റ് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു അല്ലേ? അപ്പോഴൊക്കെ ഫയർഫോഴ്സ് എത്തി. നിങ്ങൾ കണ്ടിരുന്നോ തീ കണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അപ്പോൾ കുറേ ആൾ അങ്ങോട്ട് ഓടി, കുറേ ഇങ്ങോട്ട് ഓടി. പിന്നെ പുക കംപ്ലീറ്റ് മേലോട്ട് ഇട്ട സമയത്ത് പിന്നെ പെട്ടെന്ന് ആൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് സംഭവം. ആൾക്കാർക്കൊന്നും പറ്റില്ല. ആൾക്കാരുണ്ടായിരുന്നു. കൊച്ചയില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഡ്രൈവർ പറഞ്ഞ് പിന്നെ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു.
എന്തായാലും ഈ ഒരു സ്ഥലത്ത് അതായത് ആളുകൾ എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ഓടിക്കൂടി എല്ലാവരും പിന്നെ ആ ഘട്ടത്തിൽ കിട്ടിയ ബക്കറ്റ് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കാൻ ശ്രമിച്ചു. പക്ഷേ വളരെ വേഗം തന്നെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ യാത്രക്കാരും ഡ്രൈവറും ഒക്കെ ഇടപെട്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് യാത്രക്കാരെ പുറത്തിറക്കി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.